നമസ്കാരം. പുറത്ത് പ്രത്യേക കാലാവസ്ഥയാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുമുണ്ട്. മലപ്പുറം, ഇടുക്കി ജില്ലകളിലും കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപമെടുത്ത തീവ്ര ന്യൂനമർദ്ദമായി മാറിയതോടെ മഴ സാധ്യത കുറഞ്ഞു. ആദ്യം ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു. 20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയെന്ന അയ്യപ്പ സേവാ സംഘം ജനറൽ സെക്രട്ടറി ഡി വിജയകുമാർ. അതോടുകൂടി കേസ് അവസാനിപ്പിക്കാനാണോ ശ്രമമെന്ന് സംശയമുണ്ടെന്നും ഡി വിജയകുമാർ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനം മുസ്ലിം സമുദായത്തിനെതിരാണെന്ന ബോധം സൃഷ്ടിക്കാൻ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടം ഇന്നത്തെ കാലത്ത് അനിവാര്യമാണെന്നും MV ഗോവിന്ദൻ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ ആറേശ്വരം ബ്രാഞ്ച് കനാൽ വഴി എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ചാറ്റിലാംപാടത്തെ കൃഷി. 20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. ചാറ്റിലാംപാടത്തേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോഴും കനാൽ അടയ്ക്കേണ്ട സമയമാകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇക്കുറി കൃഷി ഇറക്കിയ ശേഷം വേണ്ടത്ര അളവിൽ ചാറ്റിലാംപാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഇപ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത്. ജലസേചനത്തിന്റെ കുറവ് മൂലം നെൽച്ചെടികൾക്ക് വളർച്ച കുറവാണ്. അതിനാൽ വൈക്കോൽ ഒട്ടും തന്നെ ലഭിക്കാനും സാധ്യതയില്ല. 2 ആഴ്ചത്തേക്ക് കനാൽ വെള്ളം ലഭിച്ചാൽ കതിര് വന്ന നെൽച്ചെടികളെ ഉണക്കു ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാവുമെന്ന് ചാറ്റിലാംപാടത്ത് കർഷകനും മുൻ പഞ്ചായത്ത് അംഗവുമായ VK സുബ്രഹ്മണ്യൻ പറയുന്നു. മുൻകൂട്ടി പറയായിരുന്നെങ്കിൽ ഞങ്ങൾ പണിയിലായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ കൃഷി ഇറക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് ഉണങ്ങിപ്പോകാത്ത രീതിയിലൂടെ ഞങ്ങൾക്ക് അത് കൊയ്തെടുക്കാനുള്ള ഒരു അവസ്ഥയ്ക്ക് വെള്ളം ലഭ്യമാക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കണം എന്ന് പ്രത്യേകം കാല് പിടിച്ച് പറയുന്നവർ പറഞ്ഞിട്ടുള്ളതാണ്. അവർ അതൊന്നും ഉൾക്കൊണ്ടില്ല. എന്തായാലും 100 ചിലാനപ്പറയ്ക്ക് നിലം ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഉണങ്ങിയടിച്ച് കിടക്കുകയാണ്. ഇതിന് ചെറുതായ സംഖ്യയൊന്നും പറയാൻ പറ്റില്ല കൃത്യമായിട്ട്. കാരണം ഉഴവ് കഴിഞ്ഞു, വിത്ത് വാങ്ങി, പിന്നെ ഒരു വളം ചെയ്തു. 2ാം വളം ചെയ്യാനായിട്ട് വെള്ളമില്ലാത്തതുകൊണ്ട് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കതിർ വരുന്ന ടൈം ആയിട്ടുണ്ട്. കതിർ വരില്ലേ നിലയ്ക്ക് ഉണങ്ങി കഴിഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പോൾ ഇത് സർക്കാരിനെ ബോധിപ്പിക്കാത്തതുകൊണ്ടുള്ള അപകടമല്ല, അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു താല്പര്യം കാണിക്കാത്തൊരു വ്യവസ്ഥ. കഴിഞ്ഞ പൂവാണെങ്കിൽ കൊയ്തിട്ട് നെല്ല് സപ്ലൈക്ക് കൊണ്ടുപോയിട്ട് 1-1.5 മാസമായി. അതിനും കാശ് ഒരു പൈസ പോലും തന്നിട്ടില്ല. ഞങ്ങളൊരു വിളവ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ളതോ അതിൽ കടം മേടിച്ച് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിറ്റ് ആ നെല്ല് എൻ്റെ കാശ് കിട്ടിയാലാണ് അടുത്ത പൂവിന് ഞങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 2 പൂവിനും കടം മേടിച്ച് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങളൊക്കെ പറമ്പ് വിറ്റ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ. കൃഷി ഇറക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ഇറിഗേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതായി കർഷകർ പറയുന്നു. എന്നാൽ കർഷകരുടെ ആവശ്യം വേണ്ട രീതിയിൽ അധികൃതർ പരിഗണിച്ചില്ലെന്ന പരാതിയാണ് കർഷകർക്കുള്ളത്. നെൽച്ചെടികളിൽ കതിര് വന്നു തുടങ്ങുന്ന സമയത്ത് വെള്ളം ലഭിക്കാതായതോടെ നെൽച്ചെടികൾ ഉണക്കു ബാധിച്ച നിലയിലാണ്. നെൽക്കണ്ടങ്ങൾ വിണ്ടുകീറിയ നിലയിലാണ്. വെള്ളം ലഭ്യമാക്കാനാവില്ലെന്ന് അധികൃതർ മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ ഇക്കുറി മുണ്ടകൻ വിള ഇറക്കില്ലായിരുന്നു എന്നാണ് കർഷകർ പറയുന്നത്. നിലമൊരുക്കാനും വിതയ്ക്കാനും മറ്റുമായി നല്ലൊരു തുകയാണ് ഈ പാടശേഖര സമിതിക്കു കീഴിലെ കർഷകർ ചെലവഴിച്ചിട്ടുള്ളത്. 2 ദിവസത്തിനകം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ കൃഷി പൂർണ്ണമായും കരിഞ്ഞുണങ്ങുമെന്ന ആശങ്കയിലാണ് കർഷകർ. മീഡിയ ടൈം, കൊടകര. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിനു പിന്നിൽ ഗൂഢാലോചനയെന്ന അയ്യപ്പ സേവാ സംഘം ജനറൽ സെക്രട്ടറി ഡി വിജയകുമാർ. തന്ത്രിയെ കേസിൽ പെടുത്തിയിരിക്കാനാണ് സാധ്യത. അതോടുകൂടി കേസ് അവസാനിപ്പിക്കാനാണോ ശ്രമമെന്ന് സംശയമുണ്ടെന്നും ഡി വിജയകുമാർ പറഞ്ഞു. SITയുടെ അന്വേഷണം കോടതി മോണിറ്റേർഡാണ്. ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണമാണ്, വിശ്വാസമുണ്ട്. പക്ഷേ അവരെ പോലും സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് വ്യാപകമായി ഇന്ന് ചർച്ചപ്പെടുത്തി. രാജീവര് തന്ത്രിയുടെ ഇന്നത്തെ അവസ്ഥ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പെടുത്തതായിരിക്കാനാണ് സാധ്യത. അതോടുകൂടി ഇത് അവസാനിപ്പിക്കാനാണോ എന്നുള്ള സംശയം പോലും എന്നെ പോലുള്ള ഈ അയ്യപ്പ ഭക്തരായ ആളുകൾക്ക് ഉണ്ടായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്.
ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനം മുസ്ലിം സമുദായത്തിനെതിരാണെന്ന ബോധം സൃഷ്ടിക്കാൻ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ്. വർഗീയവാദികൾ വിശ്വാസികളല്ല. വർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടം ഇന്നത്തെ കാലത്ത് അനിവാര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ വർഗീയ ധ്രുവീകരണ കാലഘട്ടത്തിൽ വർഗീയ നയങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ മതത്തിനെതിരായ വിമർശനം എന്ന നിലയിലാണ് സമീപിക്കുന്നത്. അതായത് മതരാഷ്ട്രവാദികളും മതരാഷ്ട്ര നിലപാടുകളെ എതിർക്കുന്ന മതനിരപേക്ഷവാദികളും വേർതിരിവില്ലാത്ത രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന സമീപനം മാധ്യമങ്ങളും അതുപോലെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. മതവർഗീയവാദികൾ അവർക്കെതിരായിട്ട് വരുന്ന വിമർശനങ്ങളെ മതവിമർശനം എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. അത് രണ്ടും രണ്ടാണ് എന്ന് അറിയാതുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കുകയാണ്. RSSനെതിരായിട്ടുള്ള വിമർശനം ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള വിമർശനമാണെന്ന് സ്ഥാപിക്കാനാണ് പൊതുവെ RSSും RSസിനു വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ ശൃംഖലകളും ശ്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ലീഗ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് നേരെ നടത്തുന്ന വിമർശനം മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമാണെന്ന തരത്തിലാണ് പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങളും ബൂർഷ്വാ പാർട്ടികളും ശ്രമിക്കുന്നത്. ഇത് നല്ലതുപോലെ തുറന്നു കാട്ടി മുന്നോട്ടേക്ക് പോകേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മതവിശ്വാസവും വർഗീയതയും രണ്ടാണ് എന്ന യാഥാർത്ഥ്യം നല്ലതുപോലെ മുന്നോട്ടേക്ക് വെക്കാൻ നമുക്ക് സാധിക്കും. വോട്ടിലെ ചതി മറക്കില്ലെന്ന മുദ്രാവാക്യമുയർത്തി മറ്റത്തൂർ LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ നടത്തി. ജാഥയുടെ സമാപനം കൊരേച്ചാലിൽ DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായ PM ആർഷോ ഉദ്ഘാടനം ചെയ്തു. ത്രിപുരയില് കോൺഗ്രസിന്റെ പ്രദേശ് കമ്മിറ്റി, ആ കോൺഗ്രസിന്റെ പ്രദേശ് കമ്മിറ്റി അങ്ങനെ BJP ആയി മാറിയതിന്റെ അനുഭവം ത്രിപുരയിൽ നമ്മൾ കണ്ടു. ഇപ്പൊ വിവിധ സംസ്ഥാനങ്ങളില് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ റിസോർട്ടുകൾ ബുക്ക് ചെയ്യുന്നതിന്റെ അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. PK കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ MR രഞ്ജിത്ത്, വൈസ് ക്യാപ്റ്റൻ ഷൈജു കാട്ടുങ്കൽ, PC ഉമേഷ്, PK രാജൻ, PS പ്രശാന്ത്, റോയ് കല്ലമ്പി, അശ്വതി VB എന്നിവർ സംസാരിച്ചു. തൃശൂരിലെ കേരള സ്കൂൾ കലോത്സവ വേദിക്ക് താമരയുടെ പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് സ്വാഗതാർഹമാണെന്ന് BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് AN നാഗേഷ്. തീരുമാനം നേരത്തെ എടുത്തിരുന്നെങ്കിൽ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും നാഗേഷ് പറഞ്ഞു. തൃശ്ശൂരിലെ കേരള കലോത്സവ വേദികൾക്ക് താമരയുടെ പേരൊഴിവാക്കിയ സർക്കാർ നടപടി പിൻവലിച്ച് താമരയുടെ പേര് ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിന്റെ പേരിൽ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയ നടപടി ഇന്നലെ വൈകുന്നേരം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വിളിക്കുകയും ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ അംഗീകരിക്കില്ല എന്ന് സൂചിപ്പിച്ച സമയത്ത് ആ നടപടി പുനഃപരിശോധിക്കാനും താമരയുടെ പേര് ഉൾപ്പെടുത്താനും തയ്യാറാകുമെന്ന് അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചു. എന്തായാലും കേരള കലോത്സവം നല്ല രീതിയിൽ നടക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഈ നീക്കത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന അടികളായിരുന്ന യശശരീരനായ നീലത്തുമഠം പ്രദീപ് കുമാർ അടികൾ സ്മരണാർത്ഥം നൽകുന്ന 2026 ശ്രീ കുരുമ്പ പുരസ്കാരം CK ശേഖരന്. 1987 മുതൽ മാസപ്പടി തസ്തികയിൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശേഖരൻ ജോലി ചെയ്തു വരുന്നു. ജോലിയിൽ പ്രവേശിച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ക്ഷേത്രത്തിലെ താലപ്പൊലി, ഭരണി തുടങ്ങിയ മഹോത്സവങ്ങളുടെ ആചാരാനുഷ്ഠാന ചടങ്ങുകൾ മുറ തെറ്റാതെ നടത്തുന്നു. രണ്ടാം താലപ്പൊലി ദിവസമായ ബുധനാഴ്ച രാവിലെ 11-ന് കോട്ട കോവിലകത്തിന്റെ തിരുമുറ്റത്ത് നടക്കുന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പുരസ്കാരം സമ്മാനിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു. 20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയെന്ന അയ്യപ്പ സേവാ സംഘം ജനറൽ സെക്രട്ടറി D. വിജയകുമാർ. അതോടുകൂടി കേസ് അവസാനിപ്പിക്കാനാണോ ശ്രമമെന്ന് സംശയമുണ്ടെന്നും D. വിജയകുമാർ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനം മുസ്ലിം സമുദായത്തിനെതിരാണെന്ന ബോധം സൃഷ്ടിക്കാൻ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.
വർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടം ഇന്നത്തെ കാലത്ത് അനിവാര്യമാണെന്നും MV ഗോവിന്ദൻ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.